ഹലോ എവ്രിവൺ. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത് ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജിയോഗ്രഫി എന്ന് പറയുന്ന +1 NCERT ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 3 ഇന്റീരിയർ ഓഫ് എർത്തിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതേ ചാപ്റ്ററിലെ വേറൊരു പോർഷൻ ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ദ എർത്തിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തതെന്ന് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. നമ്മൾ ഡിസ്കസ് ചെയ്തത് എർത്ത് ക്വേക്ക് എന്താണ്, എർത്ത് ക്വേക്കിനെ കുറിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ആവശ്യമുള്ള ടേംസ് എന്താണ്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി. പിന്നീട് ടൈപ്സ് ഓഫ് എർത്ത് ക്വേക്ക് വേവ്സ് നമ്മൾ മനസ്സിലാക്കി. ഡെൻസിറ്റി പ്രപ്പോർഷണൽ ടു വെലോസിറ്റി ഓഫ് എർത്ത് ക്വേക്ക് വേവ്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ പഠിച്ചായിരുന്നു. ഷാഡോ സോൺ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ അന്ന് വിട്ടുപോയ രണ്ട് ടോപ്പിക് ഉണ്ട്. വിട്ടുപോയതല്ല, അപ്പൊ പറഞ്ഞിരുന്നത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്രസ്റ്റ്, ലിത്തോസ്ഫിയർ. ഇത് രണ്ടും ഈ വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആണ്. എന്താണ് ക്രസ്റ്റ് എന്നാണ് പറയാൻ പോകുന്നത്. ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ട് ഓഫ് ദ എർത്ത്. ഓക്കെ, ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ട് ഓഫ് ദ എർത്തിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ദ തിക്നെസ് ഓഫ് ദ ക്രസ്റ്റ് വേരീസ് അണ്ടർ ദ ഓഷൻ ആൻഡ് കോണ്ടിനെന്റൽ ഏരിയാസ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് സോളിഡ് പാർട്ടിനെയാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന വെള്ളത്തിന്റെ താഴെയുള്ള ഭാഗമാണ് ക്രസ്റ്റ് ആയിട്ട് വരുന്നത്. സോ ഓഷ്യാനിക് ക്രസ്റ്റും കോണ്ടിനെന്റൽ ക്രസ്റ്റും തമ്മിൽ തിക്നെസ് ഡിഫറൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ അറേബ്യൻ സീയും ഹിമാലയൻ റീജിയനും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എവിടുത്തെ ക്രസ്റ്റിനായിരിക്കും കൂടുതൽ തിക്നെസ് ഉണ്ടാകുന്നത്? ഉറപ്പായിട്ടും ഹിമാലയൻ റീജിയനിലെ ക്രസ്റ്റിനായിരിക്കും. ഒരു പോയിന്റും കൂടെ ഇവിടെ പറയുന്നു. ക്രസ്റ്റ് എന്ന് പറയുന്നത് ഹെവിയർ ആയിട്ടുള്ള റോക്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞു സോളിഡ് പാർട്ട് ഓഫ് ദ എർത്ത് ആണെന്ന്. അങ്ങനെയുള്ള റോക്സ്, ഓഷ്യാനിക് ക്രസ്റ്റിലുള്ള റോക്സിനെ പറയുന്ന പേരാണ് ബസാൾട്ട് എന്ന്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ആ ഒരു ടേം പറയുന്നത് കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ സോളിഡ് പാർട്ട് ഓഫ് ദ എർത്ത് ആണ് ക്രസ്റ്റ്. ഓഷ്യാനിക് ക്രസ്റ്റ് എന്നും കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്നും ഉള്ളൊരു ഡിഫറൻസിയേഷൻ, ആ ഡിഫറൻസിയേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഹിമാലയൻ റീജിയൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ഓർത്തിരിക്കുക. ബസാൾട്ട് എന്താണെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മാന്റിൽ. ദ പോർഷൻ ഓഫ് ദ ഇന്റീരിയർ ബിയോണ്ട് ദ ക്രസ്റ്റ് ഇസ് കോൾഡ് മാന്റിൽ. ക്രസ്റ്റിന് ശേഷം ഉള്ള അടിയിലോട്ടുള്ള ആ ഒരു പോർഷനെയാണ് നമ്മൾ മാന്റിൽ എന്ന് പറയുന്നത്. മാന്റിലിന്റെ ഡെപ്ത് പറയാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേം ഇവിടെയുണ്ട്, മോഹോസ് ഡിസ്കണ്ടിന്യൂറ്റി. എന്താണ് മോഹോസ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് നമ്മൾ വേറൊരു വീഡിയോയിൽ കുറച്ച് നല്ല പോലെ ഡിഫൈൻ ചെയ്ത് പറയുന്നതായിരിക്കും. തൽക്കാലം അത് അവിടെ ലീവ് ചെയ്യുക. ദ അപ്പർ പോർഷൻ ഓഫ് ദ മാന്റിൽ ഇസ് കോൾഡ് എസ്തനോസ്ഫിയർ. മാന്റിലിന്റെ അപ്പർ പോർഷനെയാണ് എസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. മാന്റിലിന്റെ അപ്പർ പോർഷനെയാണ് എസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. എസ്തനോ മീൻസ് വീക്ക്. അപ്പോൾ ഈ വീക്ക് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുമ്പോൾ അത് കുറച്ചൊരു എന്താ പറയാ, സെമൈ മോൾട്ടൺ എന്ന് പറയുന്ന ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു ഒഴുക്ക്, വെള്ളം പോലെയല്ല, ഒരു കുറച്ചൊരു ഫ്ലോട്ടിംഗ് കൈൻഡ് ഓഫ് ഒരു സാധനം കൊണ്ടുവച്ചാൽ അത് സ്റ്റേബിൾ ആയിട്ടിരിക്കത്തില്ല. ആ ഒരു ഐഡിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്ലേറ്റ് ടെക്ടോണിക്സ് പഠിക്കുമ്പോൾ, വോൾക്കാനോ പഠിക്കുമ്പോൾ അവിടെയൊക്കെ നമുക്ക് എസ്തനോസ്ഫിയറിന്റെ ഈ ഒരു പ്രോപ്പർട്ടി ആവശ്യമുണ്ട്. It is the main source of magma that finds its way to the surface during volcanic eruptions. The crust and the uppermost part of the mantle are called lithosphere. Lith എന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഹിസ്റ്ററിയിൽ സ്റ്റോൺ ഏജ് പഠിക്കുമ്പോൾ മെസോലിത്തിക്, നിയോലിത്തിക് എന്നൊക്കെ പറഞ്ഞ് പഠിക്കാറില്ലേ? അതായത് സംതിങ് റിലേറ്റഡ് ടു ദ സ്റ്റോൺ. ആ ഒരു ഐഡിയ ഓർത്തിരുന്നാൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും ഇതും മനസ്സിലാക്കാൻ. The crust and the uppermost part of the mantle are called lithosphere. So അതിന്റെ തിക്നെസ് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ പഠിച്ചത് മാന്റിൽ എന്താണ്, എവിടെ മുതൽ എവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, മോഹോസ് ഡിസ്കണ്ടിന്യൂറ്റി നമ്മൾ വേറെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എസ്തനോസ്ഫിയറിനെ കുറിച്ച് പഠിച്ചു, പിന്നെ ലിത്തോസ്ഫിയറിനെ കുറിച്ചും പഠിച്ചു. ഔട്ടർ കോർ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്, ഇന്നർ കോർ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ആ ഒരു ഡിഫറൻസ് എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ക്വസ്റ്റ്യനും സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ മനസ്സിലാക്കുക, ഔട്ടർ കോർ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റും ഇന്നർ കോർ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റും ആയിരിക്കും. ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. The core is made up of very heavy materials mostly constituted by nickel and iron. അങ്ങനെയാണെങ്കിൽ ലിത്തോസ്ഫിയർ എന്ത് കൈൻഡ് ഓഫ് മെറ്റീരിയൽസ് വെച്ചായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്? ഇതിൽ നിക്കലും അയണും പറഞ്ഞു. അപ്പൊ ലിത്തോസ്ഫിയറിൽ എന്തായിരിക്കും കൂടുതൽ ഉള്ള ഒരു എലമെന്റ് എന്ന് പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ.
സോ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു വേവിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഡെൻസിറ്റി അനുസരിച്ച് കൂടും. ഇവിടെ കോറിനെ കുറിച്ചാണ് പറയുന്നത്. കോർ എന്ന് പറയുന്നത് ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒരു പോർഷൻ ആണ്. ആൻഡ് ഈ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അയൺ നിക്കൽ പോലുള്ള എലിമെന്റ്സ് വെച്ചിട്ടുള്ളതാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇതിനെ NiFe നിഫ് ലെയർ എന്നൊക്കെ വിളിക്കും. Ni എന്ന് വെച്ചാൽ നിക്കൽ, Fe എന്ന് വെച്ചാൽ ഫെറം, അയണിന്റെ അത് നെയിമാണ്, ലാറ്റിൻ നെയിമാണ് ഫെറം, ലാറ്റിൻ എന്നാ തോന്നുന്നത് ഫെറം. സോ കോറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ വെലോസിറ്റി, വേവ് വെലോസിറ്റി ഇവിടെ പറഞ്ഞു. ആൻഡ് ഔട്ടർ കോർ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്, ഇന്നർ കോർ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു. മെറ്റീരിയൽസിന്റെ കോമ്പോസിഷൻ പറഞ്ഞായിരുന്നു. ലിത്തോസ്ഫിയറിന്റെ മെറ്റീരിയലിന്റെ കോമ്പോസിഷൻ ഒന്ന് പഠിച്ചിരിക്കുക. എനിക്ക് തോന്നുന്നു ഏതൊരു പ്രിലിംസിന്, റീസെന്റ് ഉള്ള ഏതൊരു പ്രിലിംസിന് കോമ്പോസിഷൻ ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓപ്ഷൻസിൽ. സോ അത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് ലിത്തോസ്ഫിയറിന്റെയും എസ്തനോസ്ഫിയറിന്റെയും കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് കുറച്ച് മാത്രം ഒന്ന് വായിച്ചു. Two parts of the upper mantle are often recognized as distinct regions in the Earth's interior, lithosphere and asthenosphere. So, ഈ ലിത്തോസ്ഫിയറും എസ്തനോസ്ഫിയറും part of mantle ആണ് എന്ന് ഓർക്കുക. The lithosphere is the rocky outer part of the Earth, the component of Earth's surface comprising of rock, soil and sediments. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, കോർ എന്ന് പറയുന്നത് ഹാർഡ് മെറ്റീരിയൽസ് ലൈക്ക് അയൺ, നിക്കൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ലിത്തോസ്ഫിയർ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്? ഇതൊരു ഹിന്റ് ആണ്. റോക്ക്, സോയിൽ ആൻഡ് സെഡിമെന്റ്സ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എലിമെന്റ് ഏതാണോ അതുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. The lithosphere includes both the crust and the brittle upper portion of the mantle. The lithosphere is the coolest and the most rigid part of the earth. So, ഈ most rigid part of the earth എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ ഓർത്തിരിക്കുക. ഇനി എസ്തനോസ്ഫിയർ. ഫൈനലി എസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു ഡെൻസർ വീക്കർ ലെയർ ബിനീത്ത് ദ ലിത്തോസ്ഫെറിക് മാന്റിൽ. ദെൻ നമ്മൾ ഓരോ ലെയർ താഴോട്ട് വരുമ്പോഴും അവിടെയുള്ള ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി ഇത് തമ്മിലുള്ള റിലേഷൻസ്, അല്ലെങ്കിൽ ഇത് കൂടുന്നോ കുറയുന്നോ അതൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അത് പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ ആ സ്ഥലത്തെ സ്റ്റേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, മോൾട്ടൺ ആണോ, സെമി മോൾട്ടൺ ആണോ, ഇതൊക്കെ. സോ എസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു സെമി മോൾട്ടൺ ആയിട്ടുള്ള സ്ഥലമാണ്. അതായത് വെള്ളം എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്, കല്ല് സോളിഡ് ആണ്. ലിക്വിഡും അല്ല സോളിഡും അല്ല, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ എസ്തനോസ്ഫിയർ. The very slow motion of lithospheric plates on the asthenosphere. Lithospheric plates എവിടെയാ മൂവ് ചെയ്യുന്നതെന്ന് പറയുന്നു? എസ്തനോസ്ഫിയർ. Is the cause of plate tectonics. Plate tectonic activityയുടെ cause എന്താന്നാ പറയുന്നത്? A process associated with continental drift, earthquake, formation of mountains and volcanoes. So എസ്തനോസ്ഫിയറിന്റെ ഇമ്പോർട്ടൻസ് ഇത്രയുമാണ്. കാരണം കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നതും earthquake, mountains, volcanoes എല്ലാം പറയാൻ നമുക്ക് എസ്തനോസ്ഫിയറിന്റെ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം. In fact, lava that erupts from volcanic fissures is actually the asthenosphere itself melted into magma. ഇതും നമ്മൾ വോൾക്കാനോസിൽ പഠിക്കും. പക്ഷേ മാഗ്മയും ലാവയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിലെ സ്ട്രക്ചർ ഓഫ് എർത്ത് എന്ന് പറയുന്ന പോർഷൻ ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു.